കാര്യങ്ങളൊക്കെ എന്തിനാ ടൈമർ ഒന്നും വേണ്ട, പറ്റി പറഞ്ഞുതരാം. വന്ന് ഇപ്പൊ 450, പിന്നെ ഇപ്പൊ 450 കഴിഞ്ഞിട്ട് വന്ന് ചോദിച്ചപ്പറ്റി പറഞ്ഞുതരാം എത്ര മിനിറ്റ് കഴിഞ്ഞു. എണ്ണ ഇവിടെ പുഷപ്പ് അടിക്കുന്നു മക്കളെ. പുഷപ്പിന്റെ എണ്ണ ചോദിക്കുന്നു. 5 മണിയാവുമ്പോ 10 മിനിറ്റ്സ്. എല്ലാരും പുഷപ്സിലാണ്. കാണില്ലേ? എക്സസൈസിലാണ് എല്ലാരും. മീൻ പിടിക്കണോന്ന് ആദ്യം ചോദിക്കുന്നത്. അതുപോലെ റിയൽ ഫോട്ടോസ് വരയ്ക്കും. ഇവനും ലൈവ് ഫോട്ടോസ് വരക്കുന്നുണ്ട് കേട്ടാ. ലൈവ് ഫോട്ടോസ് വരക്കുന്നുണ്ട്. ഇവിടെ സ്കൂൾ തുറക്കാനായപ്പോ എനിക്ക് 10 ദിവസമായി ഫുൾ തിരക്കായിരുന്നു. അതാ കാണാഞ്ഞെന്ന് പറയാം. ആണോ? സ്കൂളിൽ ഓപ്പണിങ്ങിന്റെ തിരക്കുകൾ ഉണ്ടാവും അല്ലേ? ഇനി അവിടെയൊക്കെ ഉണ്ടാവും ഇക്കാന്ന് പറയുന്നത്. 1:30 കഴിഞ്ഞു. 1:30 കഴിഞ്ഞു. ഓക്കെ. പിള്ളേര് എക്സസൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കണം. അതാണ് ഇപ്പൊ ഇന്നത്തെ അവരെ മേലക്ക് ഇങ്ങനെ കയറ്റിയപ്പോ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. അപ്പൊ അതിന്റെ കളികളിലും കാര്യങ്ങളിലും ഒക്കെയാണ്. ഇപ്പോ സൗദിയിൽ പോവാനിരിക്കുന്നു. അനിയന് സൗദിയിൽ പോവാണെന്ന്. നാദിറേ കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. നമുക്ക് ഈ ആർട്ടിന്റെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ വിളിക്കേണ്ടത് നിന്നെ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ രാവിലെ അല്ല, കുറച്ച് നേരത്തെ സംസാരിച്ചതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഓക്കെ, മറ്റേ സംഭവം ഞാൻ അയച്ചുതരാം. നോക്കാം. ഇപ്പൊ സൗദിയിൽ പോകാനിരിക്കുന്നു. എല്ലാരും എത്രയോ ആളുകൾ ഇരിക്കുന്നുണ്ടല്ലോ. എല്ലാരും നമ്മളെ ലൈക്ക് ചെയ്തിട്ടില്ലതുകൊണ്ടല്ലോ. എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യോ? നമ്മളിവിടെ വരുന്നത് നിങ്ങളുടെ ലൈക്കൊക്കെ മേടിക്കാൻ തന്നെയാണ് കേട്ടോ. നമ്മള് കഥ പറയുന്നതിന്റെ ഒപ്പം നിങ്ങളുടെ ലൈക്ക് വേണം, സപ്പോർട്ട് വേണം, കമന്റ് വേണം അല്ലേ നാദിറേ? തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഫുള്ളായിട്ട് വേണം. നമ്മള് വിശേഷങ്ങൾ പറഞ്ഞ് പോവല് മാത്രം ആവരുത്. ഇവിടെ ഇങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് മറ്റേ മീനുകൾ വരുന്ന പോലെ വരും, പോവും, ഡൈവ് ചെയ്ത് പോവും. ആ വെള്ളത്തിൽ ഇപ്പൊ മീൻ ഇങ്ങനെ വന്നിങ്ങനെ എത്തിച്ചു നോക്കി പോകുന്ന പോലെയാണെന്നാണ് പറയുന്നത്. എഫ്എമ്മിനെ വിളിക്കുന്നുണ്ട് ബഹ്റാസ്. ഇത് സംഭവേ നമ്മുടെ ഇതില് കംപ്ലീറ്റ് ചാനലുകാരുടെ സപ്പോർട്ടാണ്. ഫുള്ള് നമുക്ക് ഐഡിക്കാര് വളരെ കുറവാണ്. അപ്പൊ ഐഡിക്കാരാകുമ്പോ അവർക്ക് പിന്നെ വേറെ പരിപാടി. ഇപ്പൊ ചാനലുകാരാകുമ്പോ അങ്ങനെയല്ലല്ലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഹൈഫാസ് വിളിച്ചിട്ട് സ്നേഹം നൽകുന്നുണ്ട്. ഫൗസി അസ്സലാമു അലൈക്കും. മുത്തുക്കാക്കൂ എന്ന് വിളിക്കുന്നുണ്ട്. ഫൗസി മുത്തുക്കാക്കൂ. കാക്കു എന്ന് പറഞ്ഞാല് മലപ്പുറത്തിന്റെ ഇതില് ഇക്കാന്നുള്ളതാണ് കേട്ടാ. 15 ആള് വന്നു എന്ന് പറഞ്ഞു. ആളുകൾ കുറെ വന്നു, 15 കുറെ ആളുകൾ വന്നു പോയി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നു, കുറെ ഉണ്ട്. ലൈക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഫൗസി സ്നേഹം അയക്കുന്നുണ്ട്. ഹായ് ഫൗസി. ഫൗസിയുടെ വിശേഷങ്ങൾ എന്താണ്, കാര്യങ്ങൾ എന്താണ് പറയൂ. നമ്മുടെ സുഹൃത്ത് നാദിറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഞാനിൻ പുഴയരി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എഫ് എം സുഖമാണോ ഫൗസി എന്ന് ചോദിക്കുന്നുണ്ട്. എഫ് എം നാദിറേ, നല്ലൊരു പാട്ട് പാടി വേണ്ടിട്ട് പെട്ടെന്ന് ഈ പ്രകൃതിക്ക് ചേരുന്ന രീതിയിലുള്ള തന്നെ ഇതായിക്കോ. അധികം വോയിസ് ഇതാവണ്ട, നോർമലായിട്ട്. നീ മറ്റേ ഇയർബഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ? കണക്ട് ചെയ്തിട്ടുണ്ട്. ഇയർബഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ക്ലിയർ ആവുമോ? കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ ഇരുന്ന് പാടുന്ന സുഖമൊന്നും കിട്ടില്ല. കുഴപ്പമില്ല, ഓപ്പൺ പ്ലേസ് അല്ലേ, അതിന്റേതായ പ്രശ്നം ഉണ്ടാവും. കുഴപ്പമില്ല, എല്ലാവർക്കും മനസ്സിലാവും. ഫൗസി നമ്മുടെ ഷോർട്സിൽ കമന്റ് ചെയ്യണേ, ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെക്കാൻ മറക്കരുത് കേട്ടോ. സെഹറ അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. ഇരിക്കി. നമ്മുടെ നാദിറിന്റെ ഒരു ചെറിയ പാട്ടുണ്ട്. ഒറ്റയ്ക്കൊന്ന് പാട്ട് പാടുമ്പോ ആൾക്കാർ വട്ടാന്ന് പറയും കേട്ടോ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ. ശ്യാമസുന്ദരം പാടിക്കോളാം. ശ്യാമസുന്ദര കേര കിടാരവുമേ, അത് പാടാന്. അതിന്റെ പാട്ടൊക്കെ എനിക്കറിയില്ല. ഈ പുഴയും കുളിർക്കാറ്റും പാടിക്കോളാം. ഈ പുഴയും അത് പാടി.
അത്